ബിയുടെ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വോട്ട് ഈ സ്ഥാനാർത്ഥികൾ വാങ്ങുകയും CMP മത്സരിക്കാത്ത മറ്റ് 18 മണ്ഡലങ്ങളിൽ LDFന് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ LDFന് വോട്ട് ചെയ്യുകയും UDFന് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ UDFന് വോട്ട് ചെയ്യുകയും അങ്ങനെയാണ് പാർട്ടി എടുത്ത തീരുമാനം. അതിന് കാരണം കേരളത്തിൽ ഒരു BJPയുടെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി BJP ജയിക്കുമെന്ന് കാണുന്ന മണ്ഡലങ്ങളിൽ UDF ആണ് മുന്നിൽ നിൽക്കണമെങ്കിൽ UDFന് ചെയ്യാനും BJP ജയിക്കുമെന്ന് കാണുന്ന മണ്ഡലങ്ങളിൽ LDF ആണ് മുന്നിൽ നിൽക്കണമെങ്കിൽ LDFന് വോട്ട് ചെയ്യാനും ആണ് തീരുമാനമെടുത്തത്. ഇന്ത്യ സഖ്യത്തിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ നൽകുവാനും ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് ചെയ്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ BJPയുടെ ഇന്ത്യയുടെ വർഗീയ ഫാസിസ്റ്റിനെതിരെയും ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്കെതിരെയും ഇന്ത്യയിലെ കർഷകരെ ദ്രോഹിക്കുന്ന ഇതിനു മുമ്പ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കർഷക സമരങ്ങളെ അടിച്ചമർത്തുകയും ട്രാക്ടർ കൊണ്ട് ഇടിച്ചു കൊല്ലുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന BJPയുടെ ഫാസിസ്റ്റ് ഭരണം, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ അപരവൽക്കരിക്കുന്ന നിയമം, ഇന്ത്യയിൽ പ്രതികരിക്കുന്ന മാധ്യമ പ്രവർത്തകരുൾപ്പെടെ രാഷ്ട്രീയക്കാരുൾപ്പെടെ വിവിധ സംഘടനാ ആളുകളെ വിചാരണ തടവുകാരായി ജയിലിട്ട് ദ്രോഹിക്കുന്നതും ഇത് കണ്ടു നിൽക്കാൻ കഴിവില്ല. ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും ഇന്ത്യ സഖ്യത്തിന് ഒരു ഉപാധിയുമില്ലാതെയാണ് ഇന്ത്യ സഖ്യത്തിന് ഞങ്ങൾ പിന്തുണ നൽകിയിരിക്കുന്നത്. അണ്ണാരക്കണ്ണനും തന്നാലായെന്നുള്ളത് ഞങ്ങളുടെ കുറച്ച് പ്രവർത്തനമാണെങ്കിൽ